ഓം ശാന്തി. ജീവിതത്തിൽ കഷ്ടകാലം വരുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും മനസ്സ് മടുത്തു പോകും. ഇത് മതിയായിരുന്നു എന്ന് വരെ മനുഷ്യന്മാർ വിചാരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണെങ്കിലോ ദിവസം കഴിയുന്തോറും മനുഷ്യൻ്റെ കഷ്ടപ്പാട് കൂടുന്നു എന്നല്ലാതെ കുറയുന്നൊരവസ്ഥയില്ല. അതിൻ്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട്. ഓരോ കാര്യം നമുക്കറിയാം. പണ്ടൊരു കാസറ്റ് ഉണ്ടായിരുന്നു, റീലായിട്ടൊരു കാസറ്റ്, പാട്ടൊക്കെ കേൾക്കുന്നത്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഫോർവേഡ് അടിക്കുക അല്ലെങ്കിൽ റീ അടിക്കുക എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ആ റീലിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് കറങ്ങും. അതുപോലെ കാലചക്രത്തും ഫാസ്റ്റായിട്ട് കറങ്ങുന്നതായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോകത്ത് സിറ്റുവേഷൻസ് നന്നാവുന്നതിനേക്കാൾ കൂടുതൽ കുറേയും കൂടെ ടഫായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നേറുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ടഫസ്റ്റ് ആയിരിക്കുന്ന മോശം സമയത്ത് നമ്മൾ കടന്നു പോകേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും ആ പ്രശ്നത്തിന് എത്ര വലുപ്പമുണ്ടോ അതിൻ്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് നമ്മളതിനെ സ്വീകരിക്കാറ്, കാണാറ്. വരുമ്പോഴത്തേക്കും അതങ്ങനെയായ ഇങ്ങനെയാവില്ലേ, അവരറിഞ്ഞാൽ ഇങ്ങനെ പറയില്ലേ, ഇവരാണെങ്കിൽ ഇങ്ങനെയാക്കില്ലേ, ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരും. അതെല്ലാം തന്നെ വളഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും ആ പ്രശ്നം നമ്മളെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ ആദ്യം സ്വയം നമ്മളോട് തന്നെ നമ്മൾ പറയേണ്ട കാര്യം, ഈ പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലുതൊന്നുമല്ല. ഏത് പ്രശ്നമാണ് കടന്നു പോവാത്തേ? എത്ര കട്ടി കാർമേഘം വന്നാലും അതൊന്നും മഴ പെയ്ത് വെള്ളമൊഴുകി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? എത്ര കറുത്ത രാത്രി വന്നാലും ആ 2 സൂര്യകിരണങ്ങൾ വരുന്നതോടുകൂടി ആ രാത്രിയിൽ ഇരുട്ടങ്ങ് പോവുകയില്ലേ? അതുകൊണ്ട് ഇതും കടന്നു പോകുന്നൊരു കാര്യം മാത്രം, താൽക്കാലികമായിരിക്കുന്ന ഒരു പരിസ്ഥിതി മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിക്കൊണ്ടൊരവസ്ഥ അതാർക്കുമില്ല. എല്ലാത്തിലും മാറ്റം വരും. ഈവൻ ഒരു മരണം കൊണ്ട് ഒരു നഷ്ടമുണ്ടായി നമുക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ നോക്കൂ, ഈ ലോകത്തേക്കൊന്ന് കണ്ണു തുറന്നുകൊണ്ട് അധികം കഴിയാതെ ആ രീതിയിലൊരു ജീവിത രീതി ബാക്കി എല്ലാവരും സെറ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. അതുകൊണ്ട് ഒരു പ്രശ്നവും സൊല്യൂഷൻ ഇല്ലാത്തതില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിഴുങ്ങുന്ന പ്രശ്നങ്ങളും ഇല്ല. മനുഷ്യന് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളതായിരിക്കുന്ന ശക്തി ഈശ്വരൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം സ്വയം നമ്മളോട് പറയുക, ഇതത്ര വലിയ പ്രശ്നമൊന്നുമല്ല, എനിക്കിതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് സ്വയം നമ്മളോട് തന്നെ പറയുക. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്കിതിന് ഇപ്പം തന്നെ ഉത്തരം കിട്ടണം എന്ന് വാശി പിടിക്കരുത്. ഒരു പ്രശ്നം നമ്മളെ കുരുങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി സൈലൻസ്. ഈ പ്രോബ്ലം എന്തു തന്നെയാണെങ്കിലും ഞാനിപ്പോൾ അതിനൊരു ഉത്തരവും കാണുന്നില്ല എന്ന് പറയുക. ഉത്തരം കാണുന്നില്ല എന്ന് സ്വയം നിശ്ചയിക്കുന്നതോടെ ആദ്യം സംഭവിക്കുന്ന നമ്മുടെ മനസ്സ് സമാധാനമാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്താൽ ഇതാവില്ലേ, ഇങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്തേ പറ്റൂ, മറ്റൊരാൾ നമ്മളോട് പറയുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി തവണ നമ്മുടെ മനസ്സ് തന്നെ ഉത്തരം കണ്ടെത്താനും അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് അത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ കറക്കത്തെ നിർത്താൻ വേണ്ടി ആദ്യം അതിനോട് പറയാം, ഞാനിപ്പോൾ ഒരു സൊല്യൂഷൻ കാണുന്നേ ഇല്ല, ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെയങ്ങ് ആയിക്കോട്ടെ. അത് കേൾക്കുന്നതോടെ നമ്മുടെ മനസ്സ് സമാധാനമാവും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലത്തെ നോക്കുമുണ്ടല്ലോ, ആ ഒരു പ്രോബ്ലമേ അല്ല, അതൊരു സിറ്റുവേഷൻ മാത്രമായിരുന്നു നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് കറക്റ്റായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുമ്പോൾ ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അപ്പോഴും നമുക്ക് സമാധാനിക്കാം. മൂന്നാമത്തെ കാര്യം അത് തന്നെയാണ്, ഈ സമയവും കടന്നു പോകും. ആരുടെ ജീവിതത്തിലെയാണ് സമയം കടന്നു പോവാത്തത്? കാലം മായ്ക്കാത്ത മുറിവ് എന്താണുള്ളത്? എല്ലാം മായ്ക്കുന്ന ഒന്നാണ് കാലം. ആ കാലം കടന്നു പോകുമ്പോൾ ഇതിന് പുതിയൊരു മാനത്തിലൂടെ പുതിയൊരു രീതിയിലൂടെ വരും. അതുകൊണ്ട് നാളത്തെ നല്ല വസന്തത്തെ കാണാൻ വേണ്ടി ഇന്നത്തെ കർക്കിടക മാസം നമുക്ക് സ്വീകരിക്കാം. അഥവാ ഈ ചളിയും ഈ മഴയും ഈ തണുപ്പും ഈ കഷ്ടപ്പാടും സ്വന്തമാക്കിയാലേ നാളത്തെ നല്ലൊരു വസന്തം നമുക്ക് വേണ്ടി കാത്തിരിക്കൂ. അതുകൊണ്ട് ഈ സമയവും കടന്നു പോകും. ഇനിയും ഒരു നല്ല ദിവസം വീണ്ടും വരും എന്ന് നമുക്ക് കുറച്ച് ദൃഢമായിട്ട് വിശ്വസിക്കാം. കാരണം അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നും ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിക്കുന്ന ആളുകളെയും കണ്ടിട്ടില്ല, എന്നും ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിക്കുന്ന ആളുകളെയും കണ്ടിട്ടില്ല. അഥവാ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ദുഃഖം വരുന്നതോടുകൂടി ദുഃഖമാണ് എൻ്റെ സത്യം എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുമ്പോഴാണ് ദുഃഖത്തെ സുഖത്തിലേക്ക് മാറ്റാനുള്ള പോംവഴി സ്വന്തമാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വളരെ വേഗം ആ ദുഃഖം നമ്മളെ വിട്ടു പോവുകയും ചെയ്യും, സുഖത്തിൻ്റെ നല്ല ദിനങ്ങൾ നമ്മളെ തേടി വരികയും ചെയ്യും. അതുകൊണ്ട് ഈ സമയം കടന്നു പോകും എന്ന കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കണം. പിന്നെ നാലാമത്തെ കാര്യം, നമ്മളൊരു കസേരയിൽ ഇരിക്കുക എന്ന് വിചാരിക്കൂ.
ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് നോക്കിയാൽ കസേരയുടെ ഷേപ്പാണ്. നമ്മൾ താങ്ങി നിർത്തുന്നത് കസേരയാണ്. നമ്മൾ കംഫർട്ടായിട്ട് ആ കസേരയിൽ ഇരിക്കുകയാണ് എന്ന് കരുതി നമ്മളെക്കാൾ ശക്തിശാലി ആ കസേരയാവുന്നില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കാം, ആ കസേരനെ തല്ലിപ്പൊളിക്കാം, എടുത്ത് കളയാം, മാറ്റി വയ്ക്കാം, എന്തും ചെയ്യാം. കാരണം ശക്തിശാലി നമ്മളാണ്, അല്ലാതെ കസേരയല്ല. അതുപോലെ ഒരു പ്രശ്നവും നമ്മളെക്കാൾ വലുതാകുന്നില്ല. നമ്മൾ എത്ര ഉയർന്ന ചിന്തയിലേക്ക് മാറുന്നുണ്ടോ, ആ സമയത്ത് നമ്മുടെ മെൻ്റൽ സ്റ്റേജിനെ എത്ര ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അത്രയും ആ പ്രശ്നം ചെറുതായി 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 പോവുകയുള്ളൂ. രാമായണത്തിൽ പണ്ട് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടില്ലേ, അവസാനം ആ പ്രോവളത്തെടുത്ത് രാമൻ തൻ്റെ ഉത്തരീയത്തുമ്മ കെട്ടിവെച്ചെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ ഒരു മനുഷ്യനും ഈ ലോകത്ത് വരുള്ളൂ. പക്ഷേ ഞാൻ അതിനേക്കാൾ വലുതാണെന്ന് വിചാരിക്കാനുള്ള മനോഭാവം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരു കാര്യം കൂടിയുണ്ട്, ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് തരാൻ വേണ്ടി വരുന്നത്. ഈ ലോകത്ത് വിജയികളായിരിക്കുന്ന ആളുകളുടെ ജീവിതകഥ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അവരുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സമ്മാനം ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടാണ് ആ ഒരു കാലഘട്ടം അവരുടെ അടുത്ത് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു നല്ല ഗിഫ്റ്റ് ഭഗവാൻ എനിക്ക് തരാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ ആ ജീവിതത്തിൻ്റെ ആ ഒരു മുഹൂർത്തത്തെ കടന്നു പോകാനുള്ള ശക്തി ആർജിക്കുക. അത് കഴിഞ്ഞ ശേഷമാണ് ആ ഗിഫ്റ്റ് നമുക്ക് തരാൻ വേണ്ടി ഭഗവാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, IAS പരീക്ഷ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് കഠിനമായി പഠിക്കാനും പരിശീലിക്കാനും തയ്യാറാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഉയർന്ന പദവിയിലേക്ക് ഒരു മനുഷ്യന് എത്താൻ സാധിക്കുന്നത്. 4 നാളത്തെ ജീവിതത്തിൽ ഇവിടെ കടന്നു പോകുന്ന ഒരു ഹൈറ്റ്സിലെ പൊസിഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷ പാസ്സാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ കഠിനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നുവെങ്കിൽ അത് ഉയർന്ന വിജയം തന്നിട്ടേ നമ്മളെ വിട്ടു പോകുള്ളൂ. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഏറ്റവും വലിയ സമ്മാനം തരാൻ വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് ആ ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നതിന് ഈശ്വരനോട് താങ്ക്സ് പറയാൻ, നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്ന സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി തയ്യാറെടുക്കാം. നമുക്ക് നമ്മുടെ ഊർജ്ജം നിറയ്ക്കാം, നമ്മുടെ ശക്തി നിറയ്ക്കാം. ഊർജ്ജത്തോടെ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു സന്തോഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉത്സവമായി നമുക്ക് കടന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഉത്സവങ്ങളിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.